എലി അടുക്കള കയറി ഭക്ഷണ സാധനം മാത്രമല്ല ചട്ടിയും കലത്തോടെ എടുത്തോണ്ട് പോകാൻ തുടങ്ങി എലി. അത്രയ്ക്ക് ശരിയാ. എലിയുടെ ശരിയാ. ഇന്ന് പണി കൊടുക്കാം. 2 നാരങ്ങാ മുട്ടായി ഉണ്ട്. ഇവിടെ ഇരിക്കട്ടെ ഒരെണ്ണം. ഇതിലേ ആ വഴുന്ന ഈ തിണ്ടുവഴി ഒന്ന് ഇവിടെ ഇരിക്കട്ടെ. ആഹാ, ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അവിടെ ഇരിക്കട്ടെ. ബാക്കി സാധനം എടുത്തോണ്ട് വരാം. അയ്യോ, നാരങ്ങാമിഠായി. ആയി, ഒരെണ്ണം ചോദിച്ചാൽ അവളെ എനിക്ക് തരില്ല. എങ്ങനെയാണ് കാണണ്ട, ഇവിടെ കൊണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുക അവള്. എടുത്ത് തിന്നട്ടെ, 2ഉം തിന്നാം. അയ്യോ, എലി എടുത്തോണ്ട് പോയാ നാരങ്ങ മിഠായി? എലിയോ? നാരങ്ങാമിഠായിയോ? അല്ല, ഞാനിവിടെ എലിയെ പിടിക്കാനുണ്ട്. നാരങ്ങ മിഠായി വെച്ചായിരുന്നു. നീ എനിക്കൊരു മിഠായി വെച്ചാൽ തരില്ലോ. എടുത്ത് ഞാനാ തിന്നേ. അയ്യോ, എലിവിഷം. അയ്യോ, എൻ്റെ എലിവശോ, എലിവശോ. നിലവിളി ശബ്ദമുള്ള വണ്ടി വിളിക്കടി, നിലവിളിക്ക് ശബ്ദമുള്ള വണ്ടി വിളിക്കടി. അലർന്നേ, ഞാൻ ആ മുട്ടായി 2ഉം തിന്നു. നിലവിളി നിങ്ങളുടെ വെക്കുന്നുള്ളൂ, പുറത്ത് വേറെ. നിലവിളി ശബ്ദമുള്ള വണ്ടി വിളിക്കോ, വണ്ടി വിളി, വണ്ടി വിളി. അയ്യോ, ഇപ്പൊ പോകും. എൻ്റെ ദൈവമേ, ആകെ പ്രശ്നമായില്ല. എന്തൊക്കെ തോന്നുന്നുണ്ടല്ലോ. വണ്ടി വിളിക്കേ, നിലവിളി ശബ്ദമുള്ള. ഞാൻ 2 നാരങ്ങ മുട്ടായി അവിടെ വെച്ചു. എലി ഭയങ്കര ശല്യമാണല്ലോ ഇവിടെ. അതിനെ പിടിക്കാനാ വെച്ചത്. അത് നാരങ്ങ മുട്ടായി ഇവിടെ വെച്ചിട്ടേ അത് തേക്കാനുള്ള വിഷം എടുക്കാൻ പോയതാ ഞാൻ. വിഷം തേച്ചില്ലേ? വിഷം എടുക്കാൻ. അപ്പോഴത്തേനും അതെടുത്ത് അകത്താക്കിട്ട് അപ്പൊ വിഷം തേച്ചില്ല. സമാധാനായി. എൻ്റെ ദൈവമേ, എനിക്ക് പോലും ഒന്നും കൊടുക്കരുത്. എനിക്കല്ല. എന്ത് കണ്ടാലും എടുത്ത് വാലിപ്പോ.